നവഗ്രഹം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ അധ്യായത്തിലെ ചതുർത്ഥ സ്കന്ധത്തിലെ ജയന്തി ചെയ്യുന്ന ശുക്ര പരിചരണം ആണ് വായിച്ചത്. ഇനി വായിക്കുന്നത് ദേവഗുരു ചെയ്ത ദൈത്യ വഞ്ചന ആണ്. അഥ ത്രയോദശോധ്യായ ദേവഗുരു ചെയ്ത ദൈത്യ വഞ്ചന. രാജോവാച കിം കൃതം കുരുണാ പഞ്ചാദ്ഭൃഗുരൂപേണ വർത്തത ചലേനൈവ ഹി ദൈത്യാനാം പൗരോഹിത്യേന ധീമതാം. വ്യാജമായി ദൈത്യന്മാരുടെ പൗരോഹിത്യം ധൈര്യത്തോടെ കൈക്കൊണ്ട് ഭൃഗുവിന്റെ വേഷത്തിൽ അവിടെ ചെന്ന ബൃഹസ്പതി പിന്നീട് എന്തു ചെയ്തു? ഗുരുസുരാണാമനിശം സർവവിദ്യാനിധിസ്തഥാ സുതോ അംഗീരസ ഏവാസൗ സകഥം ചലകൃൻ മുനി. ദേവന്മാരുടെ എല്ലാം ഗുരുവും സർവവിദ്യാനിധിയും അംഗിരസിന്റെ പുത്രനുമായ ആ മുനി എങ്ങനെ വഞ്ചകനായി? ധർമ്മശാസ്ത്രേഷു സർവേഷു സത്യം ധർമ്മസ്യ കാരണം കഥിതം മുനിഭിർയേന പരമാത്മാഭിബലഭ്യതേ. എല്ലാ ധർമ്മശാസ്ത്രങ്ങളിലും മുനിമാർ പറഞ്ഞിട്ടുണ്ട് ധർമ്മത്തിന് കാരണം സത്യമാണെന്നും അതുമൂലം പരമാത്മലാഭം പോലും ഉണ്ടാകുമെന്നും. വാചസ്പതിസ്തദാ മിഥ്യാവക്ത ചേതാനവാൻ പ്രതി സത്യവക്ത സംസാരേ ഭവിഷ്യതി ഗൃഹാശ്രമി. ബൃഹസ്പതി അങ്ങനെ ദാനവന്മാരോട് അസത്യം പറഞ്ഞെങ്കിൽ ഈ സംസാരത്തിൽ പിന്നെ ഗൃഹസ്ഥാശ്രമിയായ ആരാണ് സത്യം പറയുന്നവൻ? ആഹാരാധികം ഭോജ്യം ബ്രഹ്മാണ്ഡ വിഭവേ അപിന തദർത്ഥം മുനയോ മിഥ്യാ പ്രവർത്തന്തേ കഥം മുനി. ബ്രഹ്മാണ്ഡത്തിലെ സകല വിഭവങ്ങളും ഉണ്ടെങ്കിലും ഭക്ഷിക്കാവുന്നതിലധികം ഭക്ഷിക്കാൻ കഴിയുമോ? അതിനുവേണ്ടി മഹർഷിമാർ വ്യാജം പ്രവർത്തിക്കുന്നത് എങ്ങനെ? ശബ്ദപ്രമാണമുച്ഛേദം ശിഷ്ടാഭാവേ ഖദം ന കിം ചലകർമ്മ പ്രവൃത്തേ വാ അവിഘേദത്വം ഗുരൗ കഥം. ശിഷ്ടനായി ഒരുവനുമില്ലെങ്കിൽ പ്രമാണവചനങ്ങളെല്ലാം വെറും ശബ്ദജാലങ്ങൾ മാത്രമാകും. വഞ്ചകനായ ഗുരുവിന്റെ വാക്യം എങ്ങനെ പ്രമാണമാകും? ഗുരുവാക്യം ആപ്തവാക്യമാണ്, അത് പ്രമാണീകരിക്കുകയും ചെയ്യാം എന്നാണ് വ്യവസ്ഥ. ദേവാസത്വസമുദ്ഭൂത രാജാസാ മാനവാ സ്മൃത തിര്യശസ്താമസാ പ്രോക്ത ഉത്പത്തൗ മുനിഭികിലാം. ദേവന്മാർ സത്വഗുണത്തിൽ നിന്നും ജനിച്ചവരാണ്, മനുഷ്യർ രജോഗുണത്തിൽ നിന്നും ജനിച്ചവരും തിര്യക്കുകളാകട്ടെ തമോഗുണത്തിൽ നിന്നും ജനിച്ചവരാണെന്നും മുനിമാർ വ്യക്തമാക്കിയിട്ടുണ്ടല്ലോ. അമരാണാം ഗുരു സാക്ഷാത് മിഥ്യാവാദ സ്വയം യതി തഥാ കസത്യവക്താ സ്യാദ്രാജസസ്താമസ പുനാം. ദേവഗുരുവായ സാക്ഷാൽ ബൃഹസ്പതി സ്വയം അസത്യവാദിയാണെങ്കിൽ രാജസന്മാരിലും താമസന്മാരിലും സത്യം പറയുന്ന ആരുണ്ടാകും? ക്വസ്ഥിതിസ്തസ്യ ധർമ്മസ്യ സന്ദേഹോ അയം മമാത്മനാ കാഗതി സർവജന്തൂനാം മിഥ്യാഭൂതേ ജഗത്രയേ. അങ്ങനെ വരുമ്പോൾ ധർമ്മത്തിന്റെ നില എവിടെയാകും? എനിക്കതിൽ വളരെ സംശയമുണ്ട്. മൂന്ന് ലോകവും മിഥ്യ നിറഞ്ഞതാണെങ്കിൽ പിന്നെ സകല ജന്തുക്കളുടെയും സ്ഥിതി എന്താകും? ഹരിർബ്രഹ്മാശജീകാന്തസ്തധാന്യേ സുരസപ്തമാ സർവേ ശലവിധൗ ദക്ഷാ മനുഷ്യാണാം ച കഥാം. ഹരിയും ബ്രഹ്മാവും ദേവേന്ദ്രനും അതുപോലെ മറ്റു ദേവശ്രേഷ്ഠന്മാരുമെല്ലാം വഞ്ചനയ്ക്ക് മിടുക്കന്മാരാണ്. അപ്പോൾ മനുഷ്യരുടെ കഥ പറയാനുണ്ടോ? കാമക്രോധാഭിസന്തപ്ത ലോഭോപഹത ചേതസാ ചലേ ദക്ഷാസുരാ സർവേ മുനയശ്ച തപോധനാം. കാമക്രോധാദികൾ നിമിത്തം ദുഃഖിക്കുന്നവരും ലോഭത്താൽ മനസ്സു ദുഷിച്ചവരും കള്ളം കാണിക്കാൻ സമർത്ഥരുമാണ് തപോധനന്മാരായ സകല മുനിമാരും ദേവന്മാരുമെല്ലാം. വസിഷ്ഠോ വാമദേവശ്ച വിശ്വാമിത്രോ ഗുരുസ്തദാം ഏതേ പാപരതാ കാത്ര ധർമ്മസ്യ മാനധ. വസിഷ്ഠനും വാമദേവനും വിശ്വാമിത്രനും ദേവഗുരുവുമെല്ലാം പാപകർമ്മനിരതരാണ്. എന്നിരിക്കെ ധർമ്മത്തിന്റെ ഗതി എന്താണ്? ഇന്ദ്രോ അഗ്നിചന്ദ്രമാവേദ പരധാരാഭിലംബടാം ആര്യത്വം ഭുവനേഷ്വേഷു സ്ഥിതം പുത്രമുനീവധ. ഇന്ദ്രനും അഗ്നിയും ചന്ദ്രനും ബ്രഹ്മാവും പരധാരങ്ങളിൽ ഭ്രമിച്ചവരാണല്ലോ. മഹർഷി, ഈ ഭുവനങ്ങളിൽ എവിടെയുണ്ട് യോഗ്യത എന്ന് എന്നോട് പറഞ്ഞാലും. വചനം തസ്യ മന്തവ്യമുപദേശതിയോ അനഘ സർവേ ലോഭാഭിഭൂതാസ്തേ ദേവാശ്ച മുനയസ്തഥാ.
ഹേ പാപരഹിതനായ മഹർഷി, ഉപദേശമെന്ന വിചാരത്തോടെ സ്വീകരിക്കേണ്ടത് ആരുടെ വാക്കാണ്? ആ മുനിമാരും ദേവന്മാരുമെല്ലാം ലോഭം ബാധിച്ചവരാണല്ലോ. വ്യാസ ഉവാച കിം വിഷ്ണു കിം ശിവോ ബ്രഹ്മ മഘവാ കിം ബൃഹസ്പതി ദേഹവാൻ ബ്രവമത്യേവ വികാരേ സംയുതസ്തഥാ. വിഷ്ണുവും ശിവനും ബ്രഹ്മാവും ഇന്ദ്രനും ബൃഹസ്പതിയും ദേഹത്തോടു കൂടി ജനിച്ചവരല്ലേ? അപ്പോൾ അവർക്ക് വികാരങ്ങളും ഉണ്ടായിരിക്കും. രാഘേ വിഷ്ണു ശിവോ രാഘേ ബ്രഹ്മോ അഭിരാഗ സംയുത രാഘവാൻ കിമകൃത്യം വൈ ന കരോതി നരാധിപ രാഘവാനഭി ചാതുര്യാദിദേഹ ഇവ ലക്ഷ്യതേ. വിഷ്ണു വിഷയാസക്തനാണ്, ശിവനും ബ്രഹ്മാവ് വിഷയാസക്തനാണ്. രാജാവെ, വിഷയാസക്തൻ അകൃത്യം ചെയ്യുകയില്ല. എന്നാൽ വിഷയാസക്തനാണെങ്കിലും ചില മിടുക്കന്മാർ വിദേഹനെ പോലെ നടിച്ചെന്നു വരും. സംപ്രാപ്തേ സങ്കടേ സ്വഭിഗുണേ സമ്പാദ്യത്തെ കില കരണാദ്രഹിതം കാര്യം കഥാ ഭവിതുമർഹതി. വിഷമസ്ഥിതിയിലെത്തുമ്പോൾ അവനും ഗുണങ്ങൾക്ക് അധീനനായി തീരുന്നു. കാരണമില്ലാതെ കാര്യമുണ്ടാകുന്നത് എങ്ങനെ? ബ്രഹ്മാദീനാം ച സർവേഷാം ഗുണ ഏവ ഹി കാരണം പഞ്ചവിംശത് ഉദ്ഭൂതാ ദേഹാസ്തേഷാം ന ചന്യതാം. ബ്രഹ്മാവ് തുടങ്ങിയവർക്കെല്ലാം കാരണം ത്രിഗുണങ്ങൾ തന്നെ. അവരുടെ ദേഹവും 25 തത്വങ്ങൾ കൊണ്ടുണ്ടായിട്ടുള്ളതാണ്, മറ്റൊരു തരത്തിലുമല്ല. കാലേ മരണധർമാസ്തേ സന്ദേഹാകോ അത്ര തേ നൃപ പരോപദേശേ വിസ്പഷ്ടം ചിഷ്ടാ സർവേ ഭവന്തി ച. കാലാവധി വരുമ്പോൾ അവരും മരിക്കുന്നു. രാജാവേ, അതിൽ സംശയം എന്താണ്? അന്യരെ ഉപദേശിക്കുവാൻ എല്ലാവരും സമർത്ഥരാണ്. വിപ്ലുദർഹ്യ വിശേഷേണ സ്വകാര്യ സമുപസ്ഥിതേ കാമക്രോധസ്തദാ ലോഭ ദ്രോഹാഹംകാര മത്സരാം. എന്നാൽ സ്വന്തം കാര്യം വരുമ്പോൾ അവർക്കും ഭാവവ്യത്യാസം ഉണ്ടാകുന്നു. കാമം, ക്രോധം, ലോഭം, ദ്രോഹം, അഹങ്കാരം, മാത്സര്യം. ദേഹവാൻ കാ പരിത്യുക്ത്വമീശോ ഭവതി താൻ പുനാ സംസാരോയം മഹാരാജ സദേവേവം വിദസ്മൃത. എന്നിവയെ ഉപേക്ഷിക്കുവാൻ ദേഹമുള്ളിടത്തോളം കാലം ആർക്കെങ്കിലും കഴിയുമോ? രാജാവേ, സംസാരം എപ്പോഴും ഇങ്ങനെയൊക്കെ തന്നെ ഉള്ളതാണെന്ന് പറയാം. നാന്യതാ പ്രഭവത്യേവ ശുഭാശുഭമയ കില കദാചിത് ഭഗവൻ വിഷ്ണു തപശ്ശരതി ദാരുണം. അല്ലെങ്കിൽ ഈ ലോകം ശുഭാശുഭമായി തീർന്നത് എങ്ങനെ? ഭഗവാൻ വിഷ്ണു പോലും ചിലപ്പോൾ അതികഠിനമായ തപസ് ചെയ്യുന്നു. കദാചിത് ദ്വിവിധാന്യജ്ഞാൻ വിദനോദി സുരാതിപ കദാചിത്തൂരമാരംഗ രഞ്ജിത പരമേശ്വര. ദേവാധിപനായ അദ്ദേഹം ചിലപ്പോൾ പലവിധ യജ്ഞങ്ങൾ ചെയ്യുകയാവും. മറ്റു ചില സമയത്ത് പരമേശ്വരൻ മഹാലക്ഷ്മിയോടുകൂടി രമതേ കില വൈകുണ്ഠേ തദ്വശസ്തരുണോ വിഭോ കദാചിദ്ധാനവൈ സാർദ്ധം യുദ്ധം പരമധാരുണം. വൈകുണ്ഠത്തിൽ അവൾക്ക് വിധേയനായി തരുണനെ പോലെ മരിപ്പിക്കുന്നു. അസുരന്മാരുമായി ചിലപ്പോൾ ഭയങ്കരമായി യുദ്ധം കരോതി കരുണാ സിന്ധുസ്തദ്ധാനാപീഡിതോ വൃശം കദാചിജ്ജയമാപ്നോതി ദൈവാൽസോ അവിരാജയം. യുദ്ധം ചെയ്യുന്നു. കരുണാനിധിയായ അദ്ദേഹം അസുരന്മാരുടെ ബാണങ്ങൾ കൊണ്ട് പീഡിതനായി തീർന്നു. ചിലപ്പോൾ ജയം നേടുന്നു, ഭാഗ്യദോഷത്താൽ ചിലപ്പോൾ പരാജിതനാകുന്നു. സുഖദുഃഖാദിഭൂതോऽസൗ ഭവത്യേവ ന സംശയ ശേഷേ ശേദേ കദാചിത്തേ യോഗനിദ്രാ സമാവൃത. അദ്ദേഹം സുഖദുഃഖങ്ങൾക്ക് അധീനനാണ് എന്നതിന് സംശയമില്ല. ചിലപ്പോൾ അദ്ദേഹം യോഗനിദ്ര പൂണ്ട് ശേഷനിൽ പള്ളികൊള്ളുന്നു. കാലേ ജഗാർത്തി വിശ്വാത്മാ സ്വഭാവ പ്രതിബോധിത സർവോ ബ്രഹ്മഹരിഷേദി ഇന്ദ്രാദ്യ യേസുരാസ്തഥ. വിശ്വാത്മാവായ അദ്ദേഹം യഥാസമയം സ്വാഭാവികമായ പ്രേരണ കൊണ്ട് തന്നെ യോഗനിദ്രയിൽ നിന്ന് ഉണരുന്നു. ശിവനും ബ്രഹ്മാവും ഹരിയും ഇന്ദ്രാദികളായ ദിവന്മാരും മുനയശാവിനിർമ്മാണേ സ്വായുഷോ വിചരന്തിഹി നിശാവസാനേ സംജാതേ ജഗസ്താവര ജംഗമം. മുനിമാരും ആയുസ്സുള്ളത്തോളം കാലമേ ശരീരത്തോടു കൂടി കഴിയുന്നുള്ളൂ. അന്ത്യരാത്രി എത്തുമ്പോൾ ചരാചരാത്മകമായ ഈ ലോകവും മ്രിയതേ നാത്ര സന്ദേഹോ നൃപ കിഞ്ചിത് കഥാപി ച സ്വായുഷോ അന്തേ പത്മജാധ്യ ക്ഷയമൃച്ഛന്തി പാർത്ഥിവ. നശിക്കുന്നു. രാജാവേ, ഇതിൽ ആർക്കും ഒരിക്കലും സംശയം വേണ്ട. ബ്രഹ്മാദിയും ആയുസ്സും അവസാനിക്കുമ്പോൾ ശശിക്കുന്നവരാണ്. പ്രഭവന്തി പുനർവിഷ്ണു ഹരശക്രാദയസുര തസ്മാത് കാമാധികാൻ ഭാവാൻ ദേഹവാൻ പ്രതിപദ്ധ്യതേ. വിഷ്ണു, ശിവൻ, ദേവേന്ദ്രൻ തുടങ്ങി ദേവന്മാരെല്ലാം വീണ്ടും ജനിക്കുന്നു. കാമാദികളായ ചിത്രവൃത്തികൾ ദേഹമുള്ളവർക്കെല്ലാം ഉണ്ടായിരിക്കുന്നുവെന്ന് തീർച്ചയാണ്. നാത്രാതേ വിസ്മയകാര്യ കഥാചിതപി പാർത്ഥിവ സംസാരോയം തു സ്തബ്ധിഗ്ധ കാമക്രോധാഭിർ
ക്രോധാധിപർനൃപ. അതിനാൽ രാജാവേ, ഇതിലൊന്നും അത്ഭുതപ്പെടേണ്ട കാര്യമില്ല. ഈ സംസാരമാകട്ടെ കാമക്രോധാദികൾ നിറഞ്ഞതാണ്. ദുർബലബസ്വദഗ്നിർമുക്ത പുരുഷ പരമാർത്ഥവിത് യോ ബിഭേദീഹ സംസാരേ സധാരാന്നകരോത്യവി. അവയിൽ നിന്നും മുക്തനായി പരമാർത്ഥ തത്വം അറിയുന്നവൻ ദുർബലനാണ്. സംസാരത്തെ ഭയപ്പെടുവാൻ ഗൃഹസ്ഥനാവുന്നതുമില്ല. വിമുക്ത സർവസംഗേഭ്യോ വിചരത്യ വിശങ്കിത തസ്മാത് ബൃഹസ്പതേ ഭാര്യ ശശിനാലംബിത പുന. അവൻ സർവസംഘങ്ങളിൽ നിന്നും മുക്തനായി നിർഭയനായി സഞ്ചരിക്കുന്നു. എന്നാൽ അതല്ലല്ലോ ഗൃഹസ്വാമികളുടെ കഥ. അവർ ഗുണങ്ങൾക്ക് അധീനരാണ്. അതുകൊണ്ടല്ലേ ചന്ദ്രൻ ബൃഹസ്പതിയുടെ പത്നിയെ കൈക്കലാക്കിയത്? ഗുരുണാലംബിതാ ഭാര്യ തഥാ ഭ്രാതുര്യവീയസ ഏവം സംസാരചക്രേ അസ്മിൻ ജാഗലോഭാദി ഗുരു തന്റെ അനുജന്റെ പത്നിയെ പ്രാപിക്കാനും അതല്ലേ കാരണം. ഇങ്ങനെ ഒരു സംസാര ചക്രത്തിൽ രാഗലോഭങ്ങൾക്ക് വിധേയനായി ഗാർഹസ്ഥ്യം ച സമസ്തായ കഥം മുക്തോ ഭവേന്നര തസ്മാ സർവ പ്രയത്നേന ഹിത്വാ സംസാരസാരതാം. ഗൃഹസ്ഥാശ്രമം സ്വീകരിച്ച ഒരുവൻ എങ്ങനെ മുക്തനായി തീരും? അതുകൊണ്ട് ഈ സംസാരത്തെ സകല കഴിവുകളും പ്രയോഗിച്ചും സാരമായി കരുതാതെ ഉപേക്ഷിച്ചിട്ട് ആരാധയേൻ മഹേശാനീം സച്ചിദാനന്ദരൂപിണീം തന്മയാ ഗുണതശ്ചന്നം ജഗദേതച്ചരാചരം. സച്ചിദാനന്ദരൂപിണിയായ മഹേശ്വരിയെ ആരാധിക്കണം. ആ ദേവിയുടെ മായാഗുണം ചരാചരാത്മകമായി ഈ പ്രപഞ്ചത്തിലെങ്ങും വ്യാപിച്ചിരിക്കുന്നു. ബ്രഹ്മമൃത്യുന്മതർ സർവം മധിരാമത്തവം നൃപ തസ്യ ആരാധനേനൈവ ഗുണാൻ സർവാൻ വിമൃധ്യാചാം. രാജാവേ, സർവചരാചരവും മധിരയാൽ മതിച്ചതുപോലെ ഉന്മത്തമായി ചുറ്റിത്തിരിയുന്നു. ദേവിയെ ആരാധിക്കുന്നത് മൂലം സർവഗുണങ്ങളെയും ജയിച്ച് മുക്തിം രജേതേ മതിമനസ്മനാന്യ പന്താസ്തിഗ്ധ പര ആരാധിത മഹേശാനി നയാവത് കുരുതേ കൃപാം. ബുദ്ധിമാൻ മുക്തിയെ പ്രാപിക്കണം. രാജാവേ, ഇതിനപ്പുറം മറ്റൊരു മാർഗവുമില്ല. ആരാധിച്ചിട്ടും മഹേശ്വരി കൃപ കാണിക്കുന്നില്ലെങ്കിൽ താവത് ഭവേ സുഖം കസ്മാത് കോ അന്യോ അസ്തി ദയായുധ കരുണാസാഗരമേതാം ഭജേ തസ്മാധമായ. വേറെ ആരെ ഭജിച്ചാൽ സുഖം ലഭിക്കും? ദയുള്ള വേറെ ആരുണ്ട്? അതിനാൽ നിഷ്കളങ്കമായി ആ കാരുണ്യവാരിധിയെ തന്നെ ഭജിക്കണം. യസ്യാസ്തു ഭജനേനൈവ ജീവമുക്തത്വമശ്നുതേ മാനുഷ്യം ദുർലഭം പ്രാപ്യ സേവിതാന മഹേശ്വരി. അവളെ സേവിക്കുന്നത് കൊണ്ട് തന്നെ ജീവൻ മുക്താവസ്ഥ പ്രാപിക്കാം. ദുർലഭമായ മനുഷ്യജന്മം ലഭിച്ചിട്ട് മഹേശ്വരിയെ സേവിക്കുന്നില്ലെങ്കിൽ നിശ്രേണീകാഗ്രപ്രതിത അദ ഇത്വേവ വിദ്മഹേ അഹങ്കാരാവൃതം വിശ്വം ഗുണത്രയ സമന്വിതം. കോവണിയുടെ മുകളിൽ നിന്നും താഴെ വീണവനാണെന്ന് തന്നെ നാം വിചാരിക്കുന്നു. അഹങ്കാരപൂരിതമായ ഈ ജഗത്ത് ഗുണത്രയത്തോടു കൂടിയതും അസത്വേനാഭിസംബന്ധം ഉച്യതേ കഥമന്യതാ വിത്വാ സർവം തദ സർവേ സംസേവ്യ ഭുവനേശ്വരി. അസത്യത്തോട് ബന്ധിക്കപ്പെട്ടതുമാണ്. അത് മറ്റൊരു വിധത്തിൽ മോചിക്കപ്പെടുന്നത് എങ്ങനെ? അതുകൊണ്ട് എല്ലാവരും മറ്റെല്ലാം വെടിഞ്ഞിട്ട് ഭുവനേശ്വരിയെ സേവിക്കണം. രാജോവാച കിം കൃതം ഗുരുണാ തത്ര കാവ്യരൂപധരേ ച കദാ ശുക്ര സമായാദസ്തന്മേ ബ്രൂഹി പിതാമഹ. കാവിന്റെ രൂപം കൈക്കൊണ്ട ഗുരു പിന്നെ എന്തു ചെയ്തു? പിതാമഹ ശുക്രാചാര്യൻ പിന്നെ എപ്പോഴാണ് ദൈത്യന്മാരുടെ അടുക്കൽ ചെന്നതും എന്നും പറയൂ. വ്യാസോവാച ശൃണു രാജൻ പ്രവക്ഷ്യാമി യത്കൃതം ഗുരുണാ തഥാ കൃത്വാ കാവ്യസ്വരൂപം ച പ്രച്ഛന്നേന മഹാത്മന. രാജാവേ, പറയാം, കേൾക്കൂ. ഗുരു പിന്നെ എന്താണ് ചെയ്തത് എന്ന്. കാവിന്റെ പ്രച്ഛന്ന രൂപം സ്വീകരിച്ചിട്ട് മഹാത്മാവായ ഗുരുണാബോധിധാ ദൈത്യ മത്വാ കാവ്യം സ്വകം കുരും വിശ്വാസം പരമം കൃത്വാ ബഭൂവുസ്തന്മയാസ്തഥാ. ഗുരു ദൈത്യന്മാരെ ഉദ്ബോധിപ്പിച്ചപ്പോൾ അവർ അത് തങ്ങളുടെ ഗുരുവായ ശുക്രാചാര്യനാണെന്ന് ഉറച്ച വിശ്വാസം വന്നവരായി തീർന്നു. വിദ്യാർത്ഥം ശരണം പ്രാപ്ത ഭൃഗും മത്വാതിമോഹിത ഗുരുണാവ്യപ്രലബ്ധാസ്തേ ലോഭാത് പൂവാ
നമുഹ്യതി. ഭൃഗുവാണെന്ന വിശ്വാസത്തിൽ അത്യാർത്ഥിയോടെ മന്ത്രവിദ്യയ്ക്ക് വേണ്ടി അവർ ഗുരുവിനെ ശരണം പ്രാപിച്ചു. എന്നാൽ ഗുരു അവരെ വഞ്ചിക്കുകയായിരുന്നു. ലോഭം നിമിത്തം ആരാണ് ഭ്രമിച്ചു പോകാത്തത്? ദശവർഷാത്മകേ കാലേ സമ്പൂർണ്ണ സമയേ തഥാ ജയന്ത്യാസ ക്രീഡിത്വാ കാവ്യോ യാജ്യാന ചിന്തയൻ. ജയന്തിയോടൊത്ത് 10 വർഷം പൂർണ്ണമായ സകല സമയവും രമിച്ചു കഴിഞ്ഞ ശുക്രാചാര്യൻ തൻ്റെ ശിഷ്യന്മാരെ കുറിച്ച് ഓർത്തു. ആശയാ മമ മാർഗം തേ പശ്യന്ത സംസ്ഥിത കില ഘത്വാ താൻ പ്രപശ്യേ അഹം യാജാനതിഭയാതുരാൻ. ഞാൻ ചെല്ലുന്നതും നോക്കി അവർ ഉത്കണ്ഠയോടെ കാത്തിരിക്കുന്നുണ്ടാകും. അത്യന്തം ഭയപ്പെട്ടിരിക്കുന്ന ആ ശിഷ്യന്മാരെ ഉടനെ തന്നെ എനിക്ക് ചെന്ന് കാണണം. മാദേവേഭ്യോ ഭയം തേഷാം മദ്ഭക്താനാ ഭവേദിതി സഞ്ചിന്യാ ബുദ്ധിമാസ്തായ ജയന്തിം പ്രത്യുവാചഃ. എൻ്റെ ഭക്തന്മാരായ അവർക്ക് ദേവന്മാരിൽ നിന്നും ഭയമുണ്ടാവരുത് എന്ന് വിചാരിച്ചുകൊണ്ട് ശുക്രാചാര്യൻ ജയന്തിയോട് ബുദ്ധിപൂർവം ഇങ്ങനെ പറഞ്ഞു. ദേവാനേവോപവ സംയാംധി പുത്രോ മേ ചാരുലോചനേ സമയാസ്തേ അദ്യ സമ്പൂർണോ ജാതോ അയം ദശവാർഷികാം. ഹേ സുമുഖി, ഞാൻ നിന്നോട് പ്രതിജ്ഞ ചെയ്തിരുന്ന 10 വർഷം ഇപ്പോൾ പൂർത്തിയായിരിക്കുന്നു. എൻ്റെ ശിഷ്യന്മാരെല്ലാം ഇപ്പോൾ ദേവന്മാരെ തന്നെ ശരണം പ്രാപിച്ചിരിക്കുകയാണ്. തസ്മാത് ഗച്ഛാമ്യഹം ദേവി ദ്രഷ്ടം യാജ്യാം സുമധ്യതേ പുനരേവാഗമിഷ്യാമി ധാവന്തി കമനുദ്ധൃതാം. അതുകൊണ്ട് സുന്ദരാംഗിയായ ഹേ ദേവി, ഞാൻ ആ ശിഷ്യന്മാരെ കാണാൻ പോകട്ടെ. അധികം താമസിയാതെ ഞാൻ എൻ്റെ അടുക്കലേക്ക് വരാം. തദേതീതമുവാചാദാ ജയന്തി ധർമ്മവിത്തമാ യഥേഷ്ടം ഗച്ഛ ധർമ്മജ്ഞ ന തേ ധർമ്മം വിലോപയേ. അങ്ങനെ ആവട്ടെ എന്ന് ധർമ്മവിത്തമായ ജയന്തി സമ്മതിച്ചു. യഥേഷ്ടം പോയാലും ഹേ ധർമ്മജ്ഞ, ഞാൻ അങ്ങയുടെ ധർമ്മത്തിന് ഭംഗം വരുത്തുകയില്ല. തശ്രുത്വാ വചനം കാവ്യോ ജഗാമ ത്വരിതസ്തദാ അപശ്യധാനവാനാം ച പാർശ്വോ വാചസ്പതിം തഥാ. അത് കേട്ട ശുക്രാചാര്യൻ അതിവേഗം അവിടെ നിന്നും പുറപ്പെട്ടു. അവിടെ ചെന്നപ്പോൾ ദേവഗുരു ദൈത്യന്മാരുടെ അടുക്കൽ നിൽക്കുന്നതാണ് കണ്ടത്. ചന്മരൂപധരം സൗമ്യം ബോധയം ദം ചലേന താൻ ജൈനം ധർമ്മം കൃതം സ്വേന യജ്ഞനിന്ദാപരം തഥാ. കപടവേഷം കൊണ്ട് സൗമ്യനായി അദ്ദേഹം ദൈത്യന്മാരെ യജ്ഞങ്ങളെ വിന്ദിക്കുന്നതും താൻ തന്നെ നിർമ്മിച്ചതുമായ ജൈനധർമ്മങ്ങൾ ഉദ്ബോധിപ്പിക്കുകയായിരുന്നു. ഭോദേവരിപവ സത്യം ബ്രവീമേ ഭവതാം ഹിതം അഹിംസാ പരമോ ധർമ്മോ അഹന്തവ്യാഹ്യാതായിന. ഹേ ദേവശത്രുക്കളെ, ഭവാന്മാർക്ക് ഹിതമായ സത്യം ഞാൻ പറയാം. അഹിംസയാണ് പരമായ ധർമ്മം. വധിക്കാൻ വരുന്നവരെ പോലും കൊല്ലാൻ പാടില്ല. ദ്വിജേർഭോഗരതേർവേദേ ദർശിതം ഹിംസനം പശു ജിഹ്വാസാദ പരേ കാമാമഹിംസേവ പരമാത്മതാം. ഭോഗലാലസരും ഭക്ഷണപ്രിയരുമാണ് ബ്രാഹ്മണരാണ് വേദങ്ങളിൽ പശുഹിംസയെ പ്രകീർത്തിക്കുന്നത്. അഹിംസ തന്നെയാണ് അത്യുത്തമം. ഏവം വിധാനി വാക്യാനി ദ്വേദശാസ്ത്രപരാണി ച ബ്രുവാണം ഗുരുമാകർണ്യ വിസ്മിതോ അസൗ ഭൃഗോ സുതാം. ഇങ്ങനെയുള്ള വാക്യങ്ങളെല്ലാം ദേവശാസ്ത്രങ്ങളും ദേവഗുരു പറഞ്ഞു കൊടുക്കുന്നത് കേട്ട് ശുക്രാചാര്യൻ വളരെ വിസ്മയിച്ചു. ചിന്തയാമാസ മനസ മമ ദ്വേഷാ ഗുരു കില വഞ്ചിതാ കില ധൂർത്തേന യാജ്യാമേനാത്ര സംശയ. ഉള്ളാലി ഇങ്ങനെ ആലോചിച്ചിട്ട് എൻ്റെ ശത്രുവാണ് ഈ ബൃഹസ്പതി. എൻ്റെ ശിഷ്യന്മാർ ഈ ധൂർത്തനാൽ വഞ്ചിക്കപ്പെട്ടിരിക്കുകയാണ് എന്നതിന് സംശയമില്ല. ദിക്ലോഭം പാപബീജം വൈ നരകാദ്വാരമൂർജിതം ഗുരുരപ്യനൃതം ബ്രൂതേ പ്രേരിതോ യേന പാപ്മനാം. കഷ്ടം, പാപത്തിന് ബീജം ലോഭം തന്നെ. നരകത്തിലേക്കുള്ള ഉറച്ച കവാടവും അതുതന്നെ. പാപപ്രേതനായി ദേവഗുരു പോലും കള്ളം പറയുന്നു. പ്രമാണം വചനം യസ്യാസോ അഭിപാപ പാഖണ്ഡനാധാരഘ ഗുരുസുരാണാം സർവേഷാം ധർമ്മശാസ്ത്ര പ്രവർത്തക. ആരുടെ വാക്കാണോ പ്രമാണീകരിക്കാവുന്നത് അവനും വേദനിന്ദകനായിരിക്കുന്നു. ആ ഗുരുവാകട്ടെ സകല ദേവന്മാരുടെയും ആചാര്യത്തിനും ധർമ്മശാസ്ത്ര പ്രവർത്തകനും. കിം കിം ന ജപദേ ലോഭാൻ മലിനീകൃതമാനസ അന്യോ അഭി ഗുരുരപ്യേവം ജാതപാഘപീഠിത. ഗുരു പോലും ഇങ്ങനെ വേദനിന്ദകനായി തീർന്നാൽ ലോഭത്താൽ മലിനചിത്തരായ മറ്റുള്ളവർ എന്തെല്ലാം കാട്ടില്ല. ശൈലൂഷചേഷ്ടിതം സർവം പരിഗൃഹ്യ ദ്വിജോത്തമ വഞ്ചയപ്യതി സന്മൂഢാൻ ദൈത്യ യാജന്മാൻ
മാപ്യസൗ. ഈ ബ്രാഹ്മണോത്തമൻ നടനെ പോലെ സകലതും അഭിനയിക്കുന്നു. അങ്ങനെ അത്യന്തം മൂഢന്മാരായ എൻ്റെ ഈ ശിഷ്യന്മാരെ വഞ്ചിക്കുകയാണ് ഇദ്ദേഹം ചെയ്യുന്നത്. ഇത് ശ്രീദേവി ഭാഗവതി ചതുർത്ഥസ്കന്ധേ ത്രയോദശോധ്യായ. ഓം ശ്രീ മഹാദേവേ നമഃ.